ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ കരച്ചിൽ നിർത്തും. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരുപക്ഷെ മറ്റെന്തിനേക്കാളും നമ്മെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നുപോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ലെന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക, സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ച് ചേർത്ത് നിർത്തുന്നവരെയല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ തന്നെ മനസ്സമാധാനമാണ്. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് തന്നെ പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എപ്പോഴും നമ്മുടെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം നമ്മുടേതാണ്, അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. ഏറ്റവും ധൈര്യം വേണ്ടത് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കുമെന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വയ്ക്കുകയും ചെയ്യും. ചേർത്ത് പിടിക്കുക ആവുന്നിടത്തോളം. എന്നിട്ടും നഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെറും കോമാളികളായി പോകും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്തു നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കാഴ്ചപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം.